നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 9 കിലോഗ്രാമിലധികം കഞ്ചാവ് കൈവശം സൂക്ഷിച്ചു. പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ച മൂവാറ്റുപുഴ കോടതി. ഒഡീഷ സ്വദേശി അജിത് കുമാർ പ്രധാനിനെയാണ് മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചത്. കൂവപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിൽ കാട്ടാന അകപ്പെട്ടു. കാട്ടാനയെ വനംവകുപ്പ് വിജയകരമായി കരയ്ക്ക് കയറ്റി. നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മണിക്കൂറുകൾ JCB ഉപയോഗിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തെത്തിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ്. കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് കളഞ്ഞുകിട്ടിയ സ്വർണ്ണമോതിരം സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് വിദ്യാർത്ഥി മാതൃകയായി. നിർമ്മല പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജെസ്സിൻ. 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരമാണ് തിരികെ നൽകിയത്. വാക്കിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം വിവിധ പരിപാടികളോടെ ആചരിച്ച് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. യോഗം വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 9 കിലോഗ്രാമിലധികം കഞ്ചാവ് കൈവശം സൂക്ഷിച്ച പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ കോടതി. ഒഡീഷ സ്വദേശി അജിത് കുമാർ പ്രധാനിനെയാണ് മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചത്. വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൈവശം സൂക്ഷിച്ച പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ച് മൂവാറ്റുപുഴ കോടതി. ഒഡീഷ സ്വദേശി അജിത് കുമാർ പ്രധാനിനെയാണ് മൂവാറ്റുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN ഹരികുമാർ ശിക്ഷിച്ചത്. 2022 മാർച്ച് 13 പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശന ഗേറ്റിന് മുന്നിൽ നിന്ന് ബൈക്കിൽ 9.86 കിലോഗ്രാം കഞ്ചാവ് കൈവശം സൂക്ഷിച്ച പ്രതിയെ പെരുമ്പാവൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ M മഹേഷ് കുമാറും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് B കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ജ്യോതികുമാർ ഹാജരായി. കൂവപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ വനം വകുപ്പ് വിജയകരമായി കരയ്ക്ക് കയറ്റി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഉച്ചകഴിഞ്ഞ് JCB ഉപയോഗിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തെത്തിച്ചത്. കുട്ടമ്പുഴ കൂവപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് തുരത്തി. ചൊവ്വാഴ്ച പുലർച്ചെയോടെ കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ജനവാസ മേഖലയിലെ കിണറ്റിൽ വീഴുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2:30 JCBയുടെ സഹായത്തോടെയാണ് കരയ്ക്ക് കയറ്റിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയ്ക്ക് കയറി വരാനുള്ള മൺതിട്ട ഒരുക്കിയാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. കൂവപ്പാറ സ്വദേശിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. ആനയെ മയക്കുവെടി വെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. തുടർന്ന് ഉച്ചകഴിഞ്ഞ് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കരയ്ക്ക് കയറ്റിയ ആനയെ വരും ദിവസങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്ന് ഷിബു തെക്കുംപടം MLA പറഞ്ഞു. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റിൻ്റെ ഡോക്ടറും ഇവിടെ സ്ഥലത്തുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ ആനയുടെ ആരോഗ്യം അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് വെടിവെച്ചാൽ ആനയ്ക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് മയക്കുവെടി വെച്ച് ആനയെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായും ബുദ്ധിമുട്ടാണെന്ന് അവർ അറിയിച്ചു. അതനുസരിച്ച് ഇപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആനയെ കിണറ്റിൽ നിന്നും കയറ്റി വിടുക, തുടർന്ന്
ആനയെ നിരീക്ഷിക്കാനായിട്ട് 4 ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോണിൻ്റെ സഹായം കൂടി തേടും. ആനയെ നിരീക്ഷിച്ച് വനത്തിൽ കയറ്റിവിട്ടതിന് ശേഷം ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മയക്കുവെടി വെച്ച് ആനയെ സ്ഥലത്തുനിന്ന് മാറ്റാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിരന്തരമായി കാട്ടാനയുടെ ശല്യമാണ്. ഈ ശല്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 1 മാസം കൊണ്ട് ആ ഫെൻസിംഗ് പദ്ധതി പൂർത്തിയാകും. അതോടുകൂടി ശാശ്വതമായ പരിഹാരം ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ വീട്ടുടമസ്ഥൻ്റെ കിണറിലാണ് ആന വീണത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നാശനഷ്ടം വിലയിരുത്താനായിട്ട് എയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് പരിശോധിക്കും. അർഹമായ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നേരിയ പരിക്കുകളുണ്ടെങ്കിലും ആനയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം നഗരം ചുറ്റി VOCയിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വെള്ളൂർകുന്ന മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി VOCയിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ബിജീഷ് ശ്രീധർ, മൂവാറ്റുപുഴ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് PC അജയ് ഘോഷ്, താലൂക്ക് ജനറൽ സെക്രട്ടറി CB സജീവ്, താലൂക്ക് സംഘടനാ സെക്രട്ടറി KN കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് ജനറൽ സെക്രട്ടറി NR മുരളി, താലൂക്ക് സെക്രട്ടറി S സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഈവനിംഗ് OPയുടെയും പുതിയ അത്യാധുനിക ചികിത്സാ വിഭാഗങ്ങളുടെയും ഉദ്ഘാടനം നടത്തി. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഈവനിംഗ് OPയുടെയും പുതിയ അത്യാധുനിക ചികിത്സാ വിഭാഗങ്ങളുടെയും ഉദ്ഘാടനം നടത്തി. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ മേഖല നമുക്ക് കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ പ്രവർത്തനങ്ങളുമായി പോകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമായ നിലപാടെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ചികിത്സാ ചെലവാണ് ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അസുഖങ്ങൾ വരുമ്പോൾ, വലിയ രോഗങ്ങൾ വരുമ്പോൾ എല്ലാ തരത്തിലും ചികിത്സിക്കാൻ വേണ്ടി വരുന്ന ചെലവാണെന്ന് കേരളത്തിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും മുഖ്യമായ പ്രശ്നം. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് അമ്പാട്ട്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആഷ്ലി, പ്രതിപക്ഷ നേതാവ് CPS ബാലൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ C എന്നിവർ പ്രസംഗിച്ചു. പുതിയ സേവനങ്ങളുടെ പ്രവർത്തനാരംഭത്തോടെ വൈകുന്നേരങ്ങളിലും രോഗികൾക്ക് വിദഗ്ധ ചികിത്സയും കൂടുതൽ സൗകര്യപ്രദമായ ആരോഗ്യ സേവനങ്ങളും ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഈവനിംഗ് OP ആരംഭിച്ചതിലൂടെ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർക്കും ആശുപത്രിയുടെ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. BJP മൂവാറ്റുപുഴ മണ്ഡലം ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൻ മഹാ അഭിയാൻ സമാപിച്ചു. വിവിധ സെക്ഷനുകളായി VS സത്യൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ, സെക്രട്ടറി സിജു ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര, ജനറൽ സെക്രട്ടറി ET നടരാജൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. സമാപന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു.
സ്കൂളിലേക്ക് വരുന്ന വഴി ബസ് സ്റ്റോപ്പിൽ നിന്ന് കളഞ്ഞു കിട്ടിയ സ്വർണ്ണമോതിരം സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് വിദ്യാർത്ഥി മാതൃകയായി. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മേക്കടമ്പ് മനയത്ത് ജിജോയുടെയും സിനിയുടെയും മകൻ ജസ്സിന്റെ സത്യസന്ധതയാണ് 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരം ഉടമസ്ഥരായ മേക്കടമ്പ് സ്വദേശികളായ സഞ്ജനയ്ക്കും ഭർത്താവ് അമലിനും തിരിച്ചു കിട്ടാൻ കാരണമായത്. വിദ്യാർത്ഥി സ്കൂളിൽ ഏൽപ്പിച്ച സ്വർണ്ണമോതിരം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും മൂവാറ്റുപുഴ SI CP ബഷീറിന്റെ സാന്നിധ്യത്തിൽ മോതിരം ഉടമസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. വാക്കിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. വാക്കിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ഷമീന ബേഗം അധ്യക്ഷത വഹിച്ചു. ബഷീറിന്റെ അനശ്വര കൃതികൾ, ഭാഷയുടെ ലാളിത്യം, ബഷീറിയൻ ശൈലി, മനുഷ്യപക്ഷ നിലപാടുകൾ എന്നിവ പുതുതലമുറയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അവതരണങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ഹെഡ് മിസ്ട്രസ് ഷമീന ബേഗം പറഞ്ഞു. സാഹിത്യത്തിലെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. മറ്റ് സാഹിത്യകാരന്മാർക്കില്ലാത്ത ഒട്ടേറെ വ്യത്യസ്തതകളുള്ള ഒരു കഥാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ അറിയാവുന്ന ആണ്. അത് ബഷീറിന് എന്താ പറയുക, ഒരു ബഷീറിയൻ ലാംഗ്വേജ് ഉണ്ട്, ബഷീറിയൻ ഭാഷയുണ്ട്. മറ്റ് വലിയ വലിയ സാഹിത്യമോ അങ്ങനെയുള്ള ഒന്നുമില്ല ബഷീറിന്റെ കൃതികൾ. നിങ്ങളെടുത്ത് വായിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. എന്താ പറയുക, ബഷീറിന്റെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖ്യയും ആഖ്യാതവും ഒന്നുമില്ലാത്ത ഒരു ഭാഷയാണ് അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. അതായത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു 10-35ഓളം നോവലുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, ചെറുകഥകളുണ്ട്. ഇതെല്ലാം വായിച്ചാലും അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന അത്ര സിമ്പിളായിട്ട് നാടൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതികളാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും. അപ്പൊ അദ്ദേഹത്തിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ഉദ്ദേശം. ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു, അമ്മ എന്നീ കൃതികൾ റിട്ടയർഡ് മലയാളം അധ്യാപിക സൈന കെയും, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഒരു മനുഷ്യൻ എന്നീ കൃതികൾ മുട്ടം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി മലയാള വിഭാഗം മേധാവി PK സുരേഷും അവതരിപ്പിച്ചു. അവള് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അവൾ കണ്ടിട്ടില്ലാത്തൊരു ആനയും. എങ്ങനെയാണ് അവൾ ആ ആനയോട് ഇത്രയും അവൾക്ക് ആനയോട് ഇത്രയും ഇഷ്ടം തോന്നിയെന്നറിയോ? അറിയില്ലല്ലോ. അവളുടെ ഉമ്മ കുഞ്ഞു താച്ചുമ്മ, അവർ താമസിക്കുന്നത് വലിയൊരു തറവാട്. കുഞ്ഞു പാത്തുമ്മയാണെങ്കിൽ ഇതുപോലെ പട്ട് കുപ്പായോ ഒക്കെ ഇട്ട് കസവുള്ള തട്ടം ഇട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞ സുന്ദരിയായ കുഞ്ഞു പാത്തുമ്മ വളർന്നു വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി? അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടം. അതിനെയാണ് നമ്മൾ ആ കളിക്കൂട്ടുകാരനെ ആ കൂട്ട് എന്തായി മാറി, പ്രണയമായി മാറി, വലിയ സ്നേഹമായി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ പറ്റുന്നില്ല, മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ബഷീറിന്റെ പൂവമ്പഴം എന്ന കൃതിയുടെ ദൃശ്യാവിഷ്കാരം വിദ്യാർത്ഥികളായ എൽക്കാന മാരിയേറ്റും നിമിഷ വിനോദും ചേർന്ന് അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. അതൊക്കെ ഒന്നല്ല, ഒരു കൊല്ലം പൂവമ്പഴം വാങ്ങിത്തരും. അതൊന്നും വേണ്ട, എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഇവിടെ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കര പോയിട്ടാണെങ്കിലും എന്റെ ഊരിന്റെ പൂജ നമ്മളൊന്ന് സാധിച്ചു തരുന്നുണ്ട്. പരിപാടിക്കിടെ നടന്ന തത്സമയ ക്വിസിൽ വിദ്യാർത്ഥികളായ അക്ഷയ് കൃഷ്ണ, ആന്റണി എന്നിവർ സമ്മാനാർഹരായി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ സ്റ്റാഫ് സെക്രട്ടറി അംബുജം KB, അധ്യാപിക റഹ്മത്ത് PA എന്നിവർ പ്രസംഗിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ വാഴപ്പള്ളി EMS നഗർ കൊടപ്പനക്കുന്നൽ ജോസഫിന്റെ ഭാര്യ ത്രേസ്യക്കുട്ടി നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 3-ന് ഈസ്റ്റ് വാഴപ്പള്ളി നിരപ്പ് സെന്റ് മാക്സ് മില്യൻ കോൾബെ പള്ളിയിൽ. പരേത വാഴക്കുളം വെട്ടിക്കാട്ട് കുടുംബാംഗമാണ്. മക്കൾ KJ ഷാജി, ഷൈനി, ബെന്നി, സിനി. മരുമക്കൾ ബിൻസി, ജോയി വട്ടക്കുന്നൽ പെരുമ്പല്ലൂർ, സീന പാലമൂട്ടിൽ പോത്താനിക്കാട്, ഷാജി പുത്തൻപുരയ്ക്കൽ കല്ലൂർക്കാട്. മൂവാറ്റുപുഴ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ മോഡൽ ഹൈസ്കൂൾ റോഡിൽ കുഴികണ്ടത്തിൽ KA ജോണി നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ പരേതയായ മേരി. മക്കൾ ദീപ, ദിബു, ജോൺ. മരുമകൻ ബാബുരാജ്.
അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.